നമസ്കാരം. നമുക്കിന്ന് ഒരുമിച്ച് ഒരു ടൈം ട്രാവൽ നടത്തിയാലോ? ഏകദേശം 2000 വർഷം പുറകോട്ട്, ഒരു പുരാതന നാഗരികതയുടെ നിയമപുസ്തകത്തിലേക്ക്. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മനുസ്മൃതിയെക്കുറിച്ചാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരു സമൂഹം മുഴുവൻ അവർ എങ്ങനെ ജീവിക്കണം, ആരാണ് ഭരിക്കേണ്ടത്, എന്ത് കഴിക്കാം, എങ്ങനെ കല്യാണം കഴിക്കണം, എന്തിന്, ഒരു തെറ്റ് ചെയ്താൽ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് വരെ, എല്ലാത്തിനും ഒരൊറ്റ റൂൾ ബുക്ക്. ശരിക്കും പറഞ്ഞാൽ മനുസ്മൃതിയുടെ ലക്ഷ്യം അത്രയും വലുതായിരുന്നു. അപ്പോൾ ഇതെപ്പോഴാണ് എഴുതിയതെന്നറിയാമോ? BCE 200-നും CE 200-നും ഇടയ്ക്കാണ്. അതായത് ഒന്നാലോചിച്ച് നോക്കൂ, ലോകത്തിന് മറ്റേ അറ്റത്ത് റോമൻ സാമ്രാജ്യം ഇങ്ങനെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സമയം. ആ സമയത്ത് ഇന്ത്യയിലോ, ഇവിടെ ചെറിയ ചെറിയ സമൂഹങ്ങൾ വലിയ രാജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിർണായക ഘട്ടം. ആ ഒരു സമയത്താണ് മനുസ്മൃതി വരുന്നത്. ശരി, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആഴത്തിലേക്ക് പോകാം. എന്താണ് ഈ മനുസ്മൃതി എന്ന് പറയുന്നത്? സിമ്പിളായി പറഞ്ഞാൽ പുരാതന ഇന്ത്യയിലെ ഒരു ലീഗൽ ആൻഡ് മോറൽ കോഡ്, അതായത് നിയമങ്ങളെയും ധാർമ്മികതയെയും കുറിച്ചുള്ളൊരു പുസ്തകം. ഐതിഹ്യമനുസരിച്ച് ആരാണിത് എഴുതിയതെന്നോ? ഹിന്ദു പുരാണങ്ങളിലെ ആദ്യത്തെ മനുഷ്യനായ മനു. സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. 12 ചാപ്റ്ററുകളിലായി ഏകദേശം 2600-ലധികം ശ്ലോകങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന ലക്ഷ്യം ഒന്നേയുള്ളൂ: ഒരു പെർഫെക്റ്റ് ഹാർമോണിയസ് സമൂഹം, അതായത് കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഒരിടമുണ്ടാക്കുക. അപ്പോൾ ഇത്രയും വലിയൊരു ആശയത്തിന്റെ, ഈ ഒരു പെർഫെക്റ്റ് സമൂഹത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നറിയാമോ? ഒരൊറ്റ വാക്കാണ് അതിനുത്തരം: ധർമ്മം. ധർമ്മം എന്ന് കേൾക്കുമ്പോൾ വെറുമൊരു വാക്കല്ല, അതൊരു വലിയ കോൺസെപ്റ്റാണ്. ഈ പ്രപഞ്ചത്തെയും നമ്മുടെ സമൂഹത്തെയുമൊക്കെ ഒരു താളത്തിൽ, ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിയമം, ഒരു കോസ്മിക് ഓർഡർ എന്നൊക്കെ പറയാം. ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട്, ഓരോരുത്തരെയും പോകേണ്ട ഒരു ശരിയായ വഴിയുണ്ട്, നീതിയുണ്ട്. ഇതെല്ലാമാണ് ധർമ്മം. മനുസ്മൃതി പറയുന്ന ആശയം ഇതാണ്: സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനമനുസരിച്ച് ഒരു ധർമ്മമുണ്ട്, അല്ലേ? ഒരു രാജാവിന്റെ ധർമ്മമായിരിക്കില്ല ഒരു കർഷകന്റേത്. ഈ കടമകളൊക്കെ കൃത്യമായി ചെയ്യുമ്പോൾ സമൂഹത്തിനും സമാധാനമുണ്ടാവും, വ്യക്തിക്കും ഒരു സംതൃപ്തി കിട്ടും. അതാണ് ഐഡിയ. അപ്പോൾ ഈ നിയമം, ഈ ധർമ്മം ആരാണ് സംരക്ഷിക്കേണ്ടത്? അതിനുള്ള ഉത്തരവാദിത്തം രാജാവിനാണ്. രാജാവിന് തോന്നിയതുപോലെ ഭരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ജോലി എന്താ? ധർമ്മം തെറ്റാതെ നോക്കുക എന്നത് തന്നെ. ഈ ഒരു ആശയം എത്ര മനോഹരമായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. രാജാവ് ഒരു ഡിക്റ്റേറ്റർ അല്ല, ഏകാധിപതിയല്ല, മറിച്ച് സ്വന്തം മക്കളെപ്പോലെ ജനങ്ങളെ നോക്കുന്ന നീതിമാനായ ഒരു സംരക്ഷകൻ ആയിരിക്കണം. ശരി, ധർമ്മമെന്ന ആശയം കൊള്ളാം. പക്ഷേ ഈ സാമൂഹിക ക്രമം എങ്ങനെയാണ് മനുസ്മൃതിയിലുണ്ടാക്കിയിരിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ഏറ്റവും വിവാദപരമായ ഭാഗങ്ങളിലേക്ക് വരുന്നത്. മനുസ്മൃതി സമൂഹത്തെ പ്രധാനമായും 4 വർണ്ണങ്ങളായിട്ടാണ് തിരിച്ചത്. ഒന്നാമത് ബ്രാഹ്മണർ, സമൂഹത്തിന്റെ തലച്ചോർ പോലെ പ്രവർത്തിക്കുന്നവർ, പുരോഹിതരും പണ്ഡിതരും. രണ്ടാമത് ക്ഷത്രിയർ, സംരക്ഷിക്കുന്ന കൈകൾ പോലെ, ഭരണാധികാരികളും യോദ്ധാക്കളും. മൂന്നാമത് വൈശ്യർ, സമൂഹത്തെ നിലനിർത്തുന്ന വ്യാപാരികളും കർഷകരും. നാലാമത് ശൂദ്രർ, ഇവരെ സേവിക്കുന്ന തൊഴിലാളികളും. ഓരോ വിഭാഗത്തിനും പ്രത്യേക ജോലികളും കടമകളും നിശ്ചയിച്ചു കൊടുത്തു. പക്ഷെ ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു മാറ്റം വരുന്നത്. തുടക്കത്തിലൊരുപക്ഷേ ഇതൊക്കെ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിഭജനമായിരുന്നിരിക്കാം. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ഇത് ജനനത്തെ അടിസ്ഥാനമാക്കി ഒട്ടും മാറ്റാൻ പറ്റാത്ത ഒരു ജാതി വ്യവസ്ഥയായി ഉറച്ചുപോയി. ഇത് പിന്നീട് വലിയ സാമൂഹിക അസമത്വങ്ങൾക്ക് കാരണമായി. ഇനി നമുക്ക് മനുസ്മൃതിയിലെ മറ്റൊരു സങ്കീർണമായ വിഷയത്തിലേക്ക് വരാം: സ്ത്രീകളുടെ സ്ഥാനം. ഇവിടെ നമുക്കൊരു വലിയ വൈരുദ്ധ്യം, ഒരു പാരഡോക്സ് കാണാൻ പറ്റും. ഒരു വശത്ത് മനുസ്മൃതി പറയുന്നത് എന്താണെന്നോ? എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവന്മാർ സന്തോഷിക്കുന്നു എന്ന്. സ്ത്രീകളെ ബഹുമാനിക്കുന്നിടത്തെ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകൂ എന്ന്. ഇത് വളരെ പ്രശസ്തമായൊരു വാക്യമാണല്ലേ? എന്നാൽ ഈ ആദരവിന് ഒരു മറുവശം കൂടിയുണ്ടായിരുന്നു. സ്ത്രീയെ അമ്മയായും ദേവിയായുമൊക്കെ കാണുമ്പോൾ തന്നെ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ വെച്ചു. കുട്ടിയായിരിക്കുമ്പോൾ അച്ഛന്റെ സംരക്ഷണത്തിൽ, വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ സംരക്ഷണത്തിൽ, പ്രായമായാൽ മകന്റെ സംരക്ഷണത്തിൽ. അതായത് ഒരു സ്ത്രീക്ക് സ്വന്തമായ നിലനിൽപ്പില്ല എന്ന് മനുസ്മൃതി വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ കണ്ടതുവെച്ച് ഈ പുരാതന ഗ്രന്ഥത്തിൽ നല്ല ആശയങ്ങളുണ്ട്. അതേസമയം ഇന്ന് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുസ്മൃതി ഇന്നും ഇത്ര വലിയൊരു ചർച്ചാവിഷയമായി തുടരുന്നത്. ഇന്നത്തെ ലോകത്ത് മനുസ്മൃതി നേരിടുന്ന പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. അത് ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചു, അതിനൊരു നിയമസാധ്യത കൊടുത്തു. 2. സ്ത്രീകളെ പുരുഷന് താഴെയാക്കി, ഒരു പുരുഷാധിപത്യ സമൂഹത്തെ ഉറപ്പിച്ചു. 3. ഒരു വിഭാഗത്തിന്, അതായത് ബ്രാഹ്മണർക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. പിന്നെ
ഏറ്റവും പ്രധാനമായി സമത്വത്തിലും മനുഷ്യാവകാശങ്ങളിലും വിശ്വസിക്കുന്ന ഇന്നത്തെ ജനാധിപത്യ സമൂഹത്തിന് ഇതൊട്ടും ചേർന്നതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ തന്നെ മനുസ്മൃതിയുടെ ഏറ്റവും വലിയ വിമർശകരിലൊരാളായിരുന്നു. അതിലെ സാമൂഹിക വിവേചനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായി അദ്ദേഹം ആ ഗ്രന്ഥം പരസ്യമായി കത്തിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അത്രയും ശക്തമായിരുന്നു ആ എതിർപ്പ്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയധികം പ്രശ്നങ്ങളുള്ള ഒരു പുസ്തകം പിന്നെന്തിനാ നമ്മളിപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേ? അതെടുത്ത് കളഞ്ഞാ പോരെ? കളയാൻ പറ്റില്ല. കാരണം ഈ വിമർശനങ്ങൾക്കപ്പുറം ഇതിന് വലിയൊരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. പുരാതന ഇന്ത്യ എങ്ങനെയാണ് ചിന്തിച്ചത്, അവരുടെ നിയമങ്ങൾ, സാമൂഹിക ഘടന, രാഷ്ട്രീയം ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ളൊരു താക്കോലാണ് മനുസ്മൃതി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ പല വേരുകളും മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ളൊരു പഠനം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ശരിയായ സമീപനമെന്ന് പറയുന്നത് മനുസ്മൃതിയെ കണ്ണടച്ചു സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി തള്ളിക്കളയുകയോ അല്ല. മറിച്ച് അത് എഴുതപ്പെട്ട കാലഘട്ടത്തിന്റെ സാഹചര്യത്തിൽ വെച്ച് ഒരു ക്രിട്ടിക്കൽ കണ്ണോടെ വിമർശനാത്മകമായി അതിനെ പഠിക്കുക എന്നതാണ്. അതിലെ നല്ലതും ചീത്തയും എന്താണെന്ന് തിരിച്ചറിയുക. ഇത് നമ്മളെ എല്ലാവരെയും ഒരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. മനുസ്മൃതിയെപ്പോലെ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായ എന്നാൽ ഇന്നത്തെ മൂല്യങ്ങളുമായി ഒത്തുപോകാത്ത ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പല സംസ്കാരങ്ങളിലുമുണ്ട്. അത്തരം കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു തുടക്കമാകട്ടെ ഈ സംഭാഷണം.